ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരേ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരേ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത്. പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നെ സഹായിച്ചത് കോഴിക്കോട് ജില്ലയിലുള്ള അനേകം പ്രയർ ഗ്രൂപ്പുകളും അനേകം വ്യക്തികളുമാണ്. പല പ്രയർ ഗ്രൂപ്പുകളിലും എനിക്ക് വേണ്ടി എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും പഠിക്കാനായി പിരിവിട്ടു. കാരണം 3500 രൂപയാണ് ഒരു മാസത്തെ ഫീസ്. കാർഷിക കുടുംബത്തിലെ അംഗത്തിന് 3500 രൂപ എടുക്കാൻ എല്ലാ മാസവും എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പലരുടെയും സഹായത്താൽ ഞാൻ പഠിച്ചു. പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്തു. 500 രൂപ വരുമാനത്തിൽ ജോലി ചെയ്തു. പഠിത്തം കഴിയുന്നതിൻ്റെ തൊട്ട് തലേ മാസം ആദ്യത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ എനിക്ക് ജോലി കിട്ടി 3500 രൂപ ശമ്പളത്തിൽ. അതിനുശേഷം 2 വർഷം ജോലി ചെയ്തു. പിന്നീട് കുറച്ചും കൂടെ സാധാരണ ആളുകൾക്കെല്ലാം തോന്നുന്നത് പോലെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കാര്യത്തിന് വേണ്ടി ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചു. എറണാകുളത്ത് ബിസിനസ് തുടങ്ങി. 4 വർഷം കൊണ്ട് ബിസിനസ് 8 നിലയിൽ പൊട്ടി. 9 ലക്ഷം രൂപ കടമായി. മുന്നോട്ട് പോകാൻ വകുപ്പില്ലാതായി. അതിനായിരിക്കും ഞാൻ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ വർഷം തന്നെ ഒരു കുഞ്ഞുണ്ടായി. 9 ലക്ഷം രൂപ കടബാധ്യതയുമായി നീങ്ങുന്ന ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ട്? 91 മുതൽ എൻ്റെ ജീവിതത്തിൽ യേശുവെന്ന രക്ഷകന് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സഹനം ഞാൻ അനുവദിക്കേണ്ടതുള്ളതാണോ? എൻ്റെ വീട്ടിലെ നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യനായി പരിത്യക്തനായി ആരും സഹായിക്കാനല്ലാതെ രാത്രി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ നാളുകൾ. ആരുമില്ല സഹായിക്കാൻ. ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. അവിടെ ആരും പരിചയക്കാർ പോലും ഇല്ല. ആരുമില്ല സഹായിക്കാൻ. ദൈവം എന്തുകൊണ്ടിത്? എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ദൈവം എന്നോട് കൃത്യമായും വ്യക്തമായും ദൈവം സംസാരിച്ചു, നീ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാണ്, എന്നെയല്ല. പക്ഷെ എങ്ങനെയാണ്? പക്ഷെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:23, എന്നെ രക്ഷകനായി നാഥനായി സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കണം. എന്നുവെച്ചാൽ എല്ലാം ഞാൻ പാലിക്കുന്നുണ്ടല്ലോ കർത്താവേ, ഏതാ കൽപ്പനയെ പാലിക്കാത്ത? എനിക്കൊരു അത്ഭുതമായി. ദൈവം പറഞ്ഞു, സമ്പത്തിനെ സംബന്ധിച്ചുള്ള കൽപ്പന നീ പാലിക്കുന്നില്ല. പക്ഷെ സമ്പത്തിനെ സംബന്ധിച്ച് എന്ത് കൽപ്പനയാണ് പാലിക്കേണ്ടത്? ദൈവം എന്നെ പഠിപ്പിച്ചു. 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ സമ്പത്തിനെ സംബന്ധിച്ചുണ്ട്. മലാക്കിയുടെ പ്രവചനം 3-ാമത്തെ അധ്യായം 8 മുതൽ 12 വരെയുള്ള വചനങ്ങളിലും സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിലും പറയുകയാണ്, നിന്റെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ സമ്പത്തിൻ്റെ അതിനാഥൻ ദൈവമായിരിക്കുകയില്ല. നീ ധ്യാനം കൂടുന്നവരുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും പള്ളിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെയും ജീവിതത്തിൽ സാമ്പത്തികമായി ഒരു തരി പോലും അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. സാമ്പത്തികമായ തകർച്ച ദൈവം അനുവദിച്ചതാണ്. ഇത് സഹനമാണെന്ന് വിചാരിക്കുന്ന 99% ആളുകളുടെയും ജീവിതത്തിൽ പ്രശ്നം ഇതാണ്. സമ്പത്ത് കൊണ്ട് നാം ദൈവത്തെ ബഹുമാനിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും മമ്മട്ടിയുടെ സ്വഭാവമാണ്, ഇങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് കൊടുത്ത് ശീലമില്ല. എന്തിനാ പള്ളിക്ക് കൊടുക്കുന്നത്? എന്തിനാ ധ്യാന കേന്ദ്രത്തിന് കൊടുക്കുക? എന്തിനാ ദൈവത്തിന് കൊടുക്കുക? ദൈവത്തിന് പൈസയുടെ ആവശ്യമുണ്ടെന്നാ ചോദ്യം. വചനം പറയുകയാണ്, മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങൾ പറയുകയാണ്, മനുഷ്യർ ദൈവത്തെ കൊള്ളയടിക്കുമോ? അതുകൊണ്ട് നിങ്ങൾ സമ്പത്തിൽ ശപിക്കപ്പെട്ടവരായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ അങ്ങയെ കൊള്ളടിക്കുമോ? എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ളയടിക്കുന്നത്? അടുത്ത വചനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ ജനം എന്നെ കൊള്ളയടിക്കുന്നു. എങ്ങനെ?
സമ്പത്തിലും ദശാംശത്തിലും കാഴ്ചകളിലും. എൻ്റെ സഹോദരങ്ങളെ, ദൈവം പറയുകയാണ്, നിങ്ങൾ കൊള്ളയടിക്കുന്നത് 2 മേഖലയിലാണ്, ദശാംശങ്ങളിലും കാഴ്ചകളിലും. ഇങ്ങനെ കൊള്ളയടിക്കുന്നവരെല്ലാം ദൈവത്താൽ സാമ്പത്തിക മേഖലയിൽ ശപിക്കപ്പെട്ട അവസ്ഥയിൽ ദൈവകൃപയില്ലാത്തവരെ പോലെ ജീവിക്കുന്നു. കാരണം യാക്കോബ് 2:10 പറയുന്നു, എല്ലാ നിയമവും അനുസരിച്ചിട്ട് ഒരു നിയമം അനുസരിക്കാത്തവൻ എല്ലാ നിയമങ്ങളും അനുസരിക്കാത്തവനെ പോലെയാണ്. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാ. ഞാൻ ധ്യാനം കൂടി, വർഷങ്ങൾക്ക് ശേഷം ജോലി കിട്ടി, ബിസിനസ് തുടങ്ങി, നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടായിരുന്നു, അനേകം കാലഘട്ടം ഉണ്ടായി. അന്നൊന്നും ദശാംശം കൊടുത്തില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, ഒന്നുമില്ലാത്തത് അവിടുന്ന് വരുന്നു, പിന്നെ കൊടുക്കണം തീരുമാനിച്ചപ്പോഴത്തേക്കും കടമായി. ദൈവം പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കണം. അവിടെ ദൈവം പറഞ്ഞത് യെശയ്യാ 29:13, ഈ ജനം അധരം കൊണ്ട് സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും എളുപ്പമുള്ള കാര്യ സഹോദരങ്ങളെ, യാതൊരു കുഴപ്പമില്ല. എത്ര നേരം ഉച്ചത്തിൽ സ്തുതിക്കാൻ തയ്യാറാ. കൊടുത്തു തുടങ്ങാൻ, വ്യയം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, 9 ലക്ഷം രൂപ കടം, ജീവിക്കാൻ വകുപ്പില്ല. അതെൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്ന 2750 രൂപയാണ് എൻ്റെ വരുമാനം. 9 ലക്ഷം രൂപ കടം. നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, പലിശക്കാർക്ക്, ഇവർക്കെല്ലാം പലിശ കൊടുക്കാനുണ്ട്. ബാങ്കുകളിൽ കടം, സ്വർണ്ണപ്പണി എല്ലാം കടത്തില്ല. 2050 രൂപ ഞാൻ വാടക കൊടുക്കണം. 2750 രൂപ വരുമാനത്തിൽ എൻ്റെ സഹോദരൻ ആലോചിച്ചു, 700 രൂപ കൊണ്ട് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ അമ്മ വാടക വീട്ടിൽ എന്തിന് ദശാംശം കൊടുക്കണം? ദൈവം പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പറഞ്ഞനുസരിക്കുക. ശരി. എൻ്റെ സഹോദരങ്ങളെ, അന്ന് ഞാൻ അനുസരിക്കാൻ തുടങ്ങി. അന്വേഷിച്ചിട്ടും പൈസ ഇല്ല എവിടെയും. അവസാനം ഞാൻ കണ്ടുപിടിച്ചു, എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ 1000 രൂപ അക്കൗണ്ട് തുടങ്ങാനായിട്ട് അപ്പൻ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭർത്താക്കന്മാർ അങ്ങനെയാണല്ലോ, പൈസ എവിടെ ഉണ്ടെങ്കിലും ദുർത്തടിക്കാനും പലതിനും വേണ്ടി കണ്ടുപിടിക്കും. ഭാര്യമാരെവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചാലും നമ്മൾ കണ്ടുപിടിക്കും. നമ്മളൊരു കഴിവാണ്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. ഭാര്യയുടെ സമ്മതത്തോടു കൂടി തന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും അവളൊരു ചെക്ക് ലീഫിൽ ഒപ്പിട്ടു. 1000 രൂപ ചെക്ക് എഴുതിയിട്ട് കൊണ്ട് പ്രയർ ഗ്രൂപ്പ് ലീഡറെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, അടുത്ത 3 മാസത്തേക്കുള്ള ദശാംശം. കാരണം പള്ളി കുർബാന കഴിഞ്ഞ് നമ്മൾ പറയുമല്ലോ, എന്താ പറയണത്, ഇനി വരുമില്ലെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഉള്ളത് ഇത്ര ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പഞ്ഞമാണ്, പട്ടിണിയാണ്, പക്ഷെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. അതുകൊണ്ട് ഞാൻ 3 മാസത്തെ ദശാംശം എഴുതി 1000 രൂപ എഴുതി പ്രയർ ഗ്രൂപ്പ് ലീഡറെ ഏൽപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, വചനം അനുസരിക്കുമ്പോൾ നിന്റെ ശത്രു പോലും നിനക്കിണങ്ങിക്കഴിയും. വചനം പറയുകയാണ്. അത്ഭുതം സംഭവിക്കാൻ തുടങ്ങി. തൊട്ട് 2ാമത്തെ മാസം, 3 മാസം തികഞ്ഞില്ല, 2ാമത്തെ മാസം എനിക്ക് ആദ്യമായി വേറൊരു കമ്പനിയിൽ ജോലി കിട്ടി, 15000 രൂപ ശമ്പളത്തിൽ. പിന്നീട് അങ്ങോട്ട് ദൈവത്തിൻ്റെ അത്ഭുത